ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ട് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഫുള്ള് ലിസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ പാക്ക് ചെയ്യണം, എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നിങ്ങളൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഏകദേശം രണ്ട് രീതിയിലുള്ളൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു പാക്കേജാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻ്റ് അവൈലബിലിറ്റി ചില എയർലൈൻസ് ഓഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് എയർലൈൻസ് ഓഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 76 കിലോ വരെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23 കിലോയുടെ 3 പെട്ടി, പിന്നെ അതിന് പുറമെ നമ്മുടെ ഹാൻഡ് ബാഗും പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ബാഗും ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ 76 കിലോ വരുന്നത്. ഇനി അതുമല്ല, ഇനി നിങ്ങൾ വിസ്താരമൊക്കെയാണ് ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 96 കിലോഗ്രാം വരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വിസ്താരം എങ്ങനെ ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 32 കിലോഗ്രാംസിൻ്റെ 2 പെട്ടിയും പിന്നെ 23 കിലോഗ്രാമിൻ്റെ ഒരു പെട്ടിയാണ്. പിന്നെ അതിന് പുറമെ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗും നിങ്ങളുടെ ഹാൻഡ് ബാഗാണ് കേട്ടോ വിസ്താര പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജസ് ആണ് ഇപ്പോൾ നമ്മുടെ എയർലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതുമല്ല എന്ന് വിചാരിച്ചോ, നിങ്ങളിപ്പോൾ എത്തിഹാഡ് അല്ല എന്നുണ്ടെങ്കിൽ ഖത്തർ എയർവേയ്സ് ഒക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ പാക്കേജിൻ്റെ സൈസ് നല്ല രീതിയിൽ കുറയും കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഒരു 40 കിലോസ് ഒക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാക്കേജസ് വരുന്നത്, നിങ്ങളുടെ ലഗേജിൻ്റെ പാക്കേജ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഏകദേശം നിങ്ങൾക്കൊരു 76 കിലോ എടുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിലുള്ള പാക്കേജിൻ്റെ ലിസ്റ്റുകളാണ് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് ഫുള്ളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് കുറവുള്ള ആൾക്കാരായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാക്കിംഗ് ലിസ്റ്റിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യയിൽ റെഡിലി അവൈലബിൾ ആയതും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ആ സാധനങ്ങൾ ജർമ്മനിയിൽ എന്തൊക്കെയാണോ കിട്ടാത്തതുള്ളത് അതിനാണോ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു സാധനമായ ആദ്യത്തെ സാധനം തന്നെ ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ പാക്കിംഗ് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ജർമ്മനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കുക്കർ നമ്മുടെ പാക്കിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ കുക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഏകദേശം ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യത്തിലും ഉപയോഗപ്പെടും. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചോറ് വെച്ച് കഴിക്കാനായാലും, നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പാർ വെക്കാനോ നിങ്ങൾക്ക് എന്ത് വെക്കാനായാലും നമ്മൾ കുക്കർ എന്തായാലും മസ്റ്റാണ് കേട്ടോ. കുക്കർ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുക്കർ മാത്രമായിട്ട് എടുക്കരുത്. അതിൻ്റെ എല്ലാ സ്പെയർ പാർട്സും എക്സ്ട്രാ ഒരു 2 അല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് എന്തായാലും എടുക്കണുണ്ട്. എസ്പെഷ്യലി വാഷർ ഇപ്പോൾ ഞാൻ എടുക്കാത്തതിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായി. കാരണം വാഷർ ഇവിടെ പെട്ടെന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജർമ്മനിയിൽ വാഷറൊന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മെയിൻലി അങ്ങനെ കുക്കർ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ സ്പെയർ പാർട്സ് കൂടെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കുക്ക് ചെയ്യാനായിട്ടുള്ള പാൻ സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാൻ സെറ്റായിട്ട് വാങ്ങുകയാണെങ്കിലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു 3 സെറ്റായിട്ട് റെഡിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും കാച്ചാനായിട്ടുള്ള ഒരു പാൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കറി വെക്കാനായിട്ടുള്ള ഒരു പാൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മുട്ടയൊക്കെ വറക്കണം എന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു പാനായിട്ടുള്ളൊരു പാൻ സെറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കറക്റ്റ് കോമ്പാറ്റബിൾ ആയിരിക്കും. അപ്പോൾ കുറച്ച് സ്ഥലം മതി താനും, വെയിറ്റ് അധികം കൂടില്ല. പിന്നെ എന്തോ പറയാ, നിങ്ങൾക്ക് അധികം എന്താ പറയുക തളവളയായിട്ട് സാധനങ്ങൾ നമ്മുടെ പെട്ടിയിലിരിക്കില്ല. അപ്പോൾ അത് നല്ല കോമ്പാക്റ്റ് ആയിരിക്കും, നല്ല ചെറുതുമായിരിക്കും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അത് പാക്ക് പൊട്ടിക്കാൻ നിൽക്കേണ്ട, നിങ്ങളത് അങ്ങനെ തന്നെ പാക്കിൽ നമ്മുടെ എന്താ പറയുക ബാഗിലോട്ട് നമുക്ക് വെക്കാൻ പറ്റും ട്ടോ. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ 76 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു മിക്സർ ഗ്രൈൻഡർ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾക്ക് എന്താ പറയുക ഒരു മിക്സി അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു മിക്സി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു തൂക്കം കുറവിൽ ഒരു ഏകദേശം ഒരു 3 കിലോയിൽ ഉൾക്കൊള്ളുന്ന ഒരു മിക്സിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ മസാലപ്പൊടികളാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ മസാലപ്പൊടികൾക്ക് വില കുറവുള്ളത്. ഇവിടെ വന്നിട്ട് മസാല വാങ്ങുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ റെഡിലി അവൈലബിൾ ആണ്. പക്ഷെ മസാലയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള പൈസ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ എന്തായാലും കുറച്ചധികം നമ്മുടെ ഇപ്പോൾ നാട്ടിലിപ്പോൾ കരയാമ്പൂ ആയാലും പട്ടയായാലും പിന്നെ എന്താ പറയുക പിന്നെ കാടപെണ്ണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയാലും, അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ പാക്കിംഗ് ലിസ്റ്റിന് നമ്മുടെ ചെക്ക് ലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങൾ മസാലാസ് എന്തായാലും മസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മസാലാസ് എടുത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്
നാട്ടിൽ നിന്ന് പാക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1 കിലോ 2 കിലോ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മുളക് പൊടി എടുത്തു, മസാലാസ് എടുത്തു. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചായ വെക്കാനായിട്ടുള്ള കോഫി പൗഡർ അല്ലെങ്കിൽ ടീ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കരുതുക. ഇപ്പോൾ കോഫി പൗഡറും ടീ പൗഡറൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. പക്ഷേ എന്നാലും നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ പാക്കിങ്ങിൽ മെയിനായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഐറ്റംസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എത്രയും കൂടുതൽ കൊണ്ടുവരാൻ പറ്റുന്നോ അത്രയും നല്ലതായിരിക്കും. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ചാർ വാങ്ങാൻ കിട്ടില്ല എന്നല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ ചിലവർക്കൊക്കെ കുക്കിംഗ് അറിയാണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചോറ് വെച്ച് എന്തെങ്കിലും ഒരു അച്ചാർ അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസത്തെ പരിപാടി തീർന്നു. അല്ലെങ്കിൽ ആ നേരത്തെ ഒരു പരിപാടി തീർന്നു. അപ്പോൾ നിങ്ങൾ അച്ചാർ എത്ര കൂടുതലുണ്ടോ അത്ര കൊണ്ടുവരുന്നത് അത്ര നല്ലതായിരിക്കും. ഇനി അച്ചാർ ഇഷ്ടമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അച്ചാർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അച്ചാർ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണക്കമീൻ വറുത്തത് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കൂടുതൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ ലോങ് റണ്ണിൽ നമുക്ക് എന്തോ പറയാം, ലോങ് റൺ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഒരു കൊല്ലത്തേക്ക് നിൽക്കില്ല എന്ന് പറയാം. ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം നിൽക്കാവുന്ന രീതിക്കുള്ള എന്തെങ്കിലും ഒരു സൈഡ് ഐറ്റംസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ലൈക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ചെമ്മീൻ പൊടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഏകദേശം ഫുഡിൻ്റെ സെക്ഷൻസൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പാക്കിംഗ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ട ഡ്രസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 2 ഇൻടേക്കിലായിട്ടാണ് കയറി വരിക. നിങ്ങളിപ്പോൾ സമ്മർ ഇൻടേക്ക് അല്ല എന്നുണ്ടെങ്കിൽ വിൻ്റർ ഇൻടേക്കിലാണ് കയറി വരിക. അപ്പോൾ സപ്പോസ് നിങ്ങൾ വിൻ്റർ ഇൻടേക്കിലാണ് കയറി വരണേ എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നവംബർ ഡിസംബർ ആ ടൈമിലാണ് കയറി വരിക. അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള തണവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് എന്തായാലും സമ്മർ ഇൻടേക്ക് ആയാലും വിൻ്റർ ഇൻടേക്ക് ആയാലും തെർമൽസ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ തെർമൽസ് എത്ര പെയർ വേണം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തെർമൽസ് എന്തായാലും എടുക്കണം. പിന്നെ നാട്ടിൽ നിന്നായിരിക്കും നമ്മൾ മങ്കി ക്യാപ്പ് സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങണതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു മങ്കി ക്യാപ്പും പിന്നെ ഒരു മഫ്ലർ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ വിൻ്റർ ഇൻടേക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ സമ്മർ ഇൻടേക്കിലോട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമ്മർ ക്ലോത്ത്സ് നല്ല രീതിയിൽ കരുതുക. നിങ്ങൾ വിൻ്റർ കോട്ട്സിൻ്റെ എന്തോ പറയുക ജാക്കറ്റ്സ് അല്ലെങ്കിൽ ഹുഡീസ് അങ്ങനത്തെ അധികം കരുതേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഷർട്ട് അല്ലാന്നുണ്ടെങ്കിൽ സമ്മർ ക്ലോത്ത്സ് ആയാലും നമ്മൾ ഇവിടെ കയറി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഹുഡീസ് ആയാലും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ കുറേ പേരുടെ സംശയമാണ് നാട്ടിൽ നിന്ന് ജാക്കറ്റ് വാങ്ങുന്നതാണോ ഇവിടെ ജാക്കറ്റ് വാങ്ങുന്നതാണോ നല്ലതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ജാക്കറ്റ് ഒരു ചെറുതെടുത്താൽ മതി. ഏകദേശം ഒരു 2000 അല്ലെങ്കിൽ 2500 രൂപയുടെ ഒരു ജാക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ സിയാൻ്റെ അല്ലെങ്കിൽ സാറയിലൊക്കെ ഓഫർ ഉണ്ടാവും. ഏകദേശം ഒരു 60 അല്ലെങ്കിൽ ഒരു 70 യൂറോ ഒരു നല്ല രീതിയിലുള്ള ഒരു ജാക്കറ്റ് നിങ്ങൾക്ക് എന്തായാലും വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ജാക്കറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതുപോലെ തന്നെ പറയാനുള്ളത് കുറച്ച് പേരൊക്കെ വിൻ്റർ ബൂട്ട്സ് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിൻ്റർ ബൂട്ട്സ് നാട്ടിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഡെക്കാത്തലോണിൽ നിന്ന് നമ്മളൊരു വിൻ്റർ ബൂട്ടാണ് നമുക്ക് നോക്കാൻ പറ്റുക. അത് ഏകദേശം ഒരു 3000 3500 രൂപയ്ക്ക് വരും. പക്ഷേ അത്ര രൂപ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വിൻ്റർ ബൂട്ട്സ് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് വിൻ്റർ ബൂട്ട്സ് വാങ്ങിയാൽ മതി. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അതിന് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വെയിറ്റ് വെറുതെ കയറ്റേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, പിന്നെ നാട്ടിലത്തേലും കുറച്ചും കൂടെ ക്വാളിറ്റി ഇവിടുത്തെ വിൻ്റർ ബൂട്ട്സിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ സെലക്ഷൻസും ഉണ്ട്. പിന്നെ നാട്ടിലത്ര വിലയില്ല താനും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി അടുത്തതായിട്ടുള്ളതാണ് നമുക്കിപ്പോൾ എന്താ പറയുക ഹെയർ ഓയിൽസ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മേത്തിക്ക് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയാനുണ്ടോ, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ സോപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായി. അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സോപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു DML അല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഇവിടെ DMലാണ് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ DMൽ നിന്ന് നമ്മളിപ്പോൾ ഒരു സോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ സോപ്പിന് പകരം ഇവിടെ എല്ലാവരും നമ്മുടെ വാഷ് ജെല്ലാണ് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള മെയിൻ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സോപ്പൊന്നും നാട്ടിൽ നിന്ന് ഇവിടെ പെയറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെയിൻലി നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയർ ഓയിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ, ഫേസ് ക്രീംസ് അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ട മെഡിസിൻസ്. അപ്പോൾ മെഡിസിൻസ് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മനിയിൽ.
വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു കോമൺ ഡിസീസസ് ആയിട്ടുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് കരുതുക. ഇപ്പോൾ തലവേദനയ്ക്കാണെങ്കിൽ സിട്രസിൻ അല്ലെങ്കിൽ കുറച്ച് പാരസെറ്റമോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് കരുതുക. പിന്നെ നിങ്ങൾക്ക് മെയിൻലി ഇപ്പോൾ നിങ്ങൾ റെഗുലർലി എന്തെങ്കിലും മെഡിസിൻസ് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തോ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് എല്ലാത്തിനും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നല്ലതായിരിക്കും. അത് ചെക്കിങ്ങിൽ കാണിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആണ്. അപ്പോൾ ചിലവർ നമ്മൾ ഹാൻഡ് ലഗേജിൽ മെഡിസിൻസ് ഇടുമ്പോൾ അവർ ചിലപ്പോൾ പറയും നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻസ് ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചിലവർ ചോദിക്കും, പക്ഷെ മിക്ക മിക്ക രീതിയിലും അത് ചോദിക്കാറില്ല. പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കാട്ടാനായിട്ട് പ്രിസ്ക്രിപ്ഷൻസ് എന്തായാലും ഉണ്ടാവണം കേട്ടോ മെഡിസിൻ്റെ. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് എല്ലാനും നമ്മൾ ഹാൻഡ് ലഗേജിൽ ഒരു മെഡിസിൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ലേബിൾ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ലേബിൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ മെഡിസിൻസും പാക്ക് ചെയ്തിട്ട് ഇടാം കേട്ടോ. മെഡിസിൻസ് എല്ലാനും നമ്മുടെ ഹാൻഡ് ലഗേജിലാണ് വെക്കേണ്ടത്. അത് നമ്മുടെ എന്തോ പറയുക വലിയ പെട്ടിയിൽ പാക്ക് ചെയ്യല്ല വേണ്ടത്, നമ്മൾ നമ്മുടെ ഹാൻഡ് ലഗേജിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ മെഡിസിൻസിൽ ഇനി നിങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെറ്റോൾ ഇൻക്ലൂഡ് ചെയ്യാം, പിന്നെ പെട്ടെന്ന് പറഞ്ഞുള്ള മുറിവിനുള്ള മരുന്നുകൾ ഇൻക്ലൂഡ് ചെയ്യാം, പിന്നെ ഡീപ്പ് ഹീറ്റ് അല്ലെങ്കിൽ പിന്നെ വോളിനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുക. അതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഒരു ബാൻഡേജ് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതായിരിക്കും. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഉളുക്കലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടി വെക്കാനായിട്ടുള്ളൊരു ബാൻഡേജ് വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ ആയിട്ടൊരു നിങ്ങൾ ബാൻഡേജ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ കൈ എങ്ങാനും എന്തെങ്കിലും മരിഞ്ഞിട്ടെങ്ങാനും മുറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒട്ടിക്കാനുള്ള ഒരു ബാൻഡേജൊക്കെ അത് ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾ മെഡിസിൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ മെഡിസിൻ ബോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബാൻഡേജൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് ഇപ്പോൾ ഐ മീൻ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സും, ഡ്രൈവിംഗ് ലൈസൻസും. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മാസം വരെ ആ ലൈസൻസ് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ ഫയലിൽ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുക നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ വിസ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പാസ്പോർട്ടും വിസയും എന്തായാലും അത് നമ്മുടെ കയ്യിൽ പിടിക്കണം. അപ്പോൾ നമ്മളത് എയർപോർട്ടിൽ എത്തുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കേണ്ടതിലാണ്. അപ്പോൾ എന്തായാലും അത് നമ്മൾ കൈ പിടിക്കേണ്ടതായിരിക്കും കേട്ടോ നല്ലത്. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും, അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു ട്രിമ്മർ ആയിക്കോട്ടെ, ഒരു ചാർജർ ആയിക്കോട്ടെ, ഒരു USB കേബിൾ ആയിക്കോട്ടെ, എന്തോ പറയാം, അങ്ങനത്തെ ഒരു മൊബൈൽ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു വാച്ച് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത് നമ്മുടെ ലാപ്ടോപ്പ് ബാഗിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ലാപ്ടോപ്പ് ബാഗിന് അത് മിക്ക എയർലൈൻസും, ചില എയർലൈൻസ് അതിൻ്റെ ലാപ്ടോപ്പ് ബാഗിൽ എന്തോ പറയുക ഒരു 7 കിലോ ഒക്കെ ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 7 കിലോ വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ മിക്ക എയർലൈൻസും എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ബാഗിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക് ഐറ്റംസ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു വീഡിയോഗ്രാഫർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഗിംബിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തോ പറയുക നമ്മുടെ ഹാൻഡ് ലഗേജിൽ നമ്മുടെ ലാപ്ടോപ്പ് ബാഗിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ബാഗിലാണ് നിങ്ങളുടെ ഈ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ഇടേണ്ടത്. ഇനി നിങ്ങളിപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഇട്ടിട്ട് സ്ഥലം ഇല്ലയെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരി ബാഗിൽ ഐ മീൻ നിങ്ങൾക്കൊരു ഹാൻഡ് ലഗേജ് ഉണ്ടാവും ഏകദേശം ഒരു 7 കിലോ തന്നെ ഭാരം എടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളുടെ ഈ ഹാൻഡ് ലഗേജിൽ നിങ്ങളുടെ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മുടെ ഹാൻഡ് ലഗേജിലും പിന്നെ പരമാവധി സാധനങ്ങൾ നമ്മുടെ ലാപ്ടോപ്പ് ബാഗിലും കൊള്ളിക്കാൻ നോക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കുറച്ച് ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോണേ. ഇപ്പം നിങ്ങൾ വല്ല ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ 23 കിലോയുടെ ഈ പെട്ടിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 32 കിലോയുടെ ആ പെട്ടിയിൽ അതിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്, പിന്നെ എന്താ പറയുക, ബാറ്ററീസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും, പിന്നെ പവർ ബാങ്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ വലിയ ലഗേജിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ ഇനി ഇപ്പോൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ എന്തോ പറയുക, നമ്മുടെ ഈ നെയിൽ കട്ടറൊക്കെ ഇല്ലേ, ഇപ്പോൾ നെയിൽ കട്ടറിൻ്റെ ഇത് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ ഉൾക്കൊള്ളിക്കരുത്. അതൊക്കെ നിങ്ങളുടെ വലിയ ബാഗിലോട്ട് തന്നെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കത്തിയൊക്കെ ഇല്ലേ, അപ്പോൾ ഈ കത്തിയൊന്നും നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ ഇടാൻ പാടില്ല. അങ്ങനെയാണ് ഇവർ പറഞ്ഞേക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഷാർപ്പ് ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാനും നമ്മുടെ വലിയ ലഗേജിൽ ഉൾക്കൊള്ളിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഹാൻഡ് ലഗേജിൽ നിങ്ങൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഹാൻഡ് ബാഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 പെയർ ഡ്രസ്സ് എന്തായാലും കരുതുക.
ഇപ്പോൾ ഒരു പെയർ നല്ല ഡ്രസ്സും ഒരു പെയർ ഇപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സും കരുതുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങളുടെ ലഗേജ് കറക്റ്റ് ടൈമിൽ എത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പെട്ടി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു അവസ്ഥ, ഇപ്പോൾ നിങ്ങളുടെ പെട്ടി എവിടെയെങ്കിലും വെച്ച് മിസ് ആവുകയാണോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മനിയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അത്യാവശ്യം ബേസിക് നെസസിറ്റീസിന് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഹാൻഡ് ലഗേജിൽ കരുതുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി നിങ്ങൾ എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളോ ജാമോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത് നമ്മുടെ ഈ വലിയ പെട്ടിയിലാണ്. നിങ്ങളത് ഹാൻഡ് ലഗേജിൽ ഇട്ട് കൊണ്ട് വരരുത്. കാരണം അത് എന്തായാലും നമ്മുടെ ഈ ചെക്കിങ്ങിലെ ഇമിഗ്രേഷൻ്റെ സമയത്ത് നമ്മൾ പിടിക്കും. അതൊക്കെ അവിടെ വെക്കേണ്ടി വരും. ഇപ്പോൾ ജാമ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഇമിഗ്രേഷനിൽ അത് അവിടെ വെക്കേണ്ടി വരും നമ്മളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഞാനൊരു ജാമ കൊണ്ടുവന്നുണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജാമ കൊണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ലിക്വിഡ് ഐറ്റംസ് അല്ലാന്നുണ്ടെങ്കിൽ ജെല്ലി ഐറ്റംസ് ഈ ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വലിയ ബാഗിലോട്ട് നിങ്ങൾ മുന്നേ ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു, അല്ലാതെ നിങ്ങൾ ഈ ഹാൻഡ് ലഗേജിൽ ഈ സംഭവം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ജാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് നിങ്ങളുടെ വലിയ പെട്ടിയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. സോ ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചിലവരൊക്കെ നമ്മൾ അരിയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം 5 കിലോ ഒക്കെ അരി കൊണ്ടുവന്നവരെ വരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി എന്താ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അരിയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അരിയൊക്കെ ഏകദേശം നാട്ടിലെ സെയിം വിലയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ പോയി വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങൾ വൈകുന്നേരമൊക്കെയാണ് എത്തണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഫുഡ് നിങ്ങൾ കരുതണത് നല്ലതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും റെഡിലി നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഫുഡ്, ലൈക്ക് ഇപ്പോൾ മാഗിയോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ റൂമിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ജസ്റ്റ് കുക്ക് ചെയ്തൊന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ 2-3 ഫുഡ്സ് എടുക്കുന്നത് അത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് ബാഗ് റാപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഗ് റാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ബാഗ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു 2 അല്ലെങ്കിൽ ഒരു 3 രീതിയിലുള്ള ഒരു റിബൺ ഇട്ട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പാറ്റേണിലുള്ള ഒരു റിബൺ ഇട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തോ പറയുക, റാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത്ര വലിയ ഗുണങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇവിടുന്ന് നാട്ടിലോട്ട് പോണ ആരും തന്നെ റാപ്പ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ റാപ്പ് ചെയ്യുമ്പോൾ ഒരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പുതിയ പെട്ടിയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേടുപാടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ച് കുറവായിരിക്കും. പക്ഷേ പാക്ക് ചെയ്യൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കമെൻഡഡ് അല്ലെങ്കിൽ മസ്റ്റ് എന്നൊന്നും പറയേണ്ട ഒരു ഐറ്റം അല്ല കേട്ടോ. കാരണം വെറുതെ റാപ്പ് ചെയ്ത് ഏകദേശം നമ്മളൊരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 1500 രൂപയാണ് ഇപ്പോൾ ഒരു 3 പെട്ടി റാപ്പ് ചെയ്യണതിന് വരും. അപ്പോൾ അത്ര പൈസ കളയേണ്ട ആവശ്യകതയില്ല. നിങ്ങൾക്ക് ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചിലവരൊക്കെ നമ്മുടെ പെട്ടിയിൽ എന്താ പറയുക, വലിയ രീതിയിൽ നമ്മുടെ പേരൊക്കെ അടിച്ച് നമ്മുടെ എയർഫോർ ഷീറ്റിലൊക്കെ വലിയ രീതിയിൽ എഴുതിയൊക്കെ വെക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതെല്ലാവരും നമ്മുടെ പെട്ടി ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു റിബൺ ഇട്ട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൺവെയർ ബെൽറ്റിൽ കൂടെ അത് എന്തോ പറയുക, അതിങ്ങനെ ഒഴുകി വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു 2 അല്ലെങ്കിൽ ഒരു 3 ടൈപ്പ് റിബൺ ഇട്ട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മോർ ദാൻ ഇനഫ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരുമ്പോൾ പാക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരാനായിട്ട് അത് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.